കോളനി എന്നുള്ള വാക്ക് നിങ്ങളിപ്പോൾ ഉപേക്ഷിക്കുന്നു. ഓക്കെ, പിന്നീട് ആ കോളനിയെ പറ്റി പറയുക, അതൊരു നഗരം എന്നുള്ള പേരാണെങ്കിലും പറയാം. പണ്ട് ഒരു കോളനി ഉണ്ടായിരുന്നു, ഹരിജൻ കോളനി. ആ കോളനിയാണ് ഇപ്പോഴത്തെ നഗരം എന്ന് പറയാം. ആ കോളനി എന്നുള്ളൊരു പേര് മാറ്റിയത് കൊണ്ട് മാറുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം 57 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലായിട്ട് വന്നുപോയി കേരളത്തിൽ ഭരണത്തിൽ. ഇപ്പോഴും സായിപ്പെട്ട ക്ലിഫ് ഹൗസിൻ്റെ പേര് അംബേദ്കർ ഹൗസ് ആക്കാനൊന്നും ആർക്കും ധൈര്യം വരില്ല. ഒരു സവർണൻ്റെയും ഹൗസിംഗ് കോളനികൾക്ക് അംബേദ്കർ പേരിടില്ല. അംബേദ്കർ എന്നുള്ള പേരിന് നമ്മൾ എല്ലാ പ്രാവശ്യം പറയും ഭരണഘടന ഉണ്ടാക്കിയ ആൾ, ഭരണഘടനയുടെ പ്രധാന വ്യക്തി, ഭരണഘടനാ ശില്പി. ഇതൊക്കെ സംബന്ധിച്ച് അംബേദ്കറുടെ ഫോട്ടോ നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ വെക്കും. പക്ഷേ ഒരു ഹൗസിംഗ് കോളനിക്കോ ഒരു സർക്കാർ അതിഥി മന്ദിരങ്ങൾക്കോ അംബേദ്കറിൻ്റെ പേരിടാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാനടക്കമുള്ളവരുടെ മനസ്സിനെ പറ്റി ഞാൻ പറയുന്നത്.